എഴുത്തുകാരൻ VS അനിൽകുമാറിന്റെ കണ്ണുപുറത്തെ വീടിന് മുന്നിൽ റീത്ത്. പയ്യന്നൂരിലെ CPM വിമതൻ V കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയത് VS അനിൽകുമാർ ആയിരുന്നു. അന്തരിച്ച പ്രൊഫസർ MN വിജയന്റെ മകനാണ് VS അനിൽകുമാർ. വീടിന് മുന്നിൽ റീത്ത് വെച്ചത് ഒരു തമാശയായി കാണുന്നുവെന്ന് എഴുത്തുകാരൻ VS അനിൽകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിയമ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പയ്യന്നൂരിലെ രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾ പുറത്തുവരുന്നതിനിടയിലാണ് ഏറെ വിവാദമാകുന്ന അണികൾ നേതൃത്വത്തെ തിരുത്തണമെന്നുള്ള ഒരു പുസ്തകം കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ ആ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത സാഹിത്യകാരന്മാർക്ക് നേരെ പോലും ഭീഷണികൾ ഉയരുന്ന ഒരവസ്ഥയാണുള്ളത്. ഏത് രീതിയിലാണ് താങ്കൾക്ക് ഈ രീതിയിൽ ഒരു ഭീഷണി വരുന്നത്? ഭീഷണിയാണോ എന്താണെന്നറിയില്ല. അത് ഒരു റീത്ത് അവിടെ ഉണ്ടായിരുന്നു. അതാണ് രാവിലെ 5:30 മണിക്ക് കണ്ടൊരു സംഭവം. അത് സാധാരണഗതിയിൽ റീത്ത് എന്ന് പറയുന്നത്, റീത്ത് വെക്കുക എന്നുള്ളത് പരമ്പരാഗതമായൊരു ഭീഷണിയുടെ രൂപമാണ്. അപ്പം അത് കണ്ടപ്പോൾ തമാശ തോന്നി. രാവിലെ തന്നെ പൂക്കൾ കൊണ്ട് നമ്മൾ വരവേൽക്കുക എന്നുള്ളൊരു തമാശ തോന്നി. അതെൻ്റെ മകനാണ് കണ്ടത്. ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉയർന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിലോ മറ്റോ? ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് അടുത്തുള്ളൊരു കുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങളും ചൊറിയും, തിരിച്ച് ചൊറിയും, ഞങ്ങൾ ചൊറിയുമ്പോൾ ചിലപ്പോൾ തൊലി ഇളകിപ്പോകും എന്നുള്ളതാണ്. അതൊരു അതിൻ്റെ അടിയിൽ ആൾക്കാർ അങ്ങനെ പ്രതികരിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. നിയമ നടപടിയായിട്ട് മുന്നോട്ടേക്ക് പോലെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ നമ്മളെ കുടുംബനാഥയുമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളായിട്ട് സംസാരിച്ച് ഞാനത് തീരുമാനിക്കും. ഇപ്പം തൽക്കാലം പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ചോദിച്ചു കേസെടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ആളെ കണ്ടുപിടിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. CCTV തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട്, പക്ഷേ അതിലൊക്കെ പതിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. അത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്, നമ്മൾ ഇടപെടാൻ പാടില്ല. എന്തായാലും CPM-മായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വലിയ അസഹിഷ്ണുതയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെ ഇന്ന് രാവിലെ ഈ രീതിയിൽ അനിൽകുമാറിന്റെ വീട്ടിൽ നടന്ന സംഭവത്തെ കാണാം. വിനോദ് മുറയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.